ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൌരന്മാരെ തിരിച്ചയക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീരിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ശ്രീനഗർ സന്ദർശിച്ചു. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം തുടർന്ന് പാകിസ്ഥാൻ. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് കേന്ദ്ര സർക്കാർ. ISRO മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ പൌരന്മാർക്ക് അനുവദിച്ച വിസ ഇന്ത്യ അടിയന്തരമായി റദ്ദാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലെ പാക് സ്വദേശികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. ഇവരെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ ഉറപ്പാക്കണമെന്നും ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പാക് പൌരന്മാർക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം മടങ്ങിയെത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 1960ലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് സംബന്ധിച്ച പ്രത്യേക യോഗവും ശ്രീ അമിത്ഷായുടെ വസതിയിൽ പുരോഗമിക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശ്രീനഗർ സന്ദർശിച്ചു. ഭീകരർക്കെതിരെ സ്വീകരിച്ചുവരുന്ന നടപടികളും നിയന്ത്രണ രേഖയിലെ പാക് വെടിനിർത്തൽ കരാർ ലംഘനവും സംബന്ധിച്ച വിവരങ്ങൾ സൈനിക കമാൻഡർമാർ കരസേനാ മേധാവിയെ ധരിപ്പിച്ചു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിലും കരസേനാ മേധാവി പങ്കെടുത്തു. ഭീകരാക്രമണത്തെക്കുറിച്ച് നേരിട്ട് വിലയിരുത്തുന്നതിനായി അദ്ദേഹം സംഭവം നടന്ന പഹൽഗാം മേഖലയും സന്ദർശിച്ചു. വടക്കൻ കശ്മീരിലെ കുപ്വാര മേഖലയിൽ നിയന്ത്രണ രേഖയിലെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി റിപ്പോർട്ടുകൾ. രജൌരി, പൂഞ്ച് മേഖലകളിലും വെടിനിർത്തൽ ലംഘനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രകോപനങ്ങൾക്ക് ഇന്ത്യൻ സേന ഉചിതമായ മറുപടി നൽകുന്നുണ്ട്. ബൈസരൻ മേഖലയിൽ കരസേനയും പോലീസും CRPFും ചേർന്ന് നടത്തുന്ന തിരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ P രാജീവ്, AK ശശീന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മനുഷ്യത്വത്തിന്റെ കശാപ്പാണ് പഹൽഗാമിൽ നടന്നതെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ പ്രാഥമിക സത്യവാങ്മൂലം സമർപ്പിച്ചു. മുൻപുണ്ടായിരുന്ന നിയമം ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറുന്നത് ഒഴിവാക്കാനും വഖഫ് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യത ഉറപ്പുവരുത്താനുമാണ് നിയമം ഭേദഗതി ചെയ്തതെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളെ നിഷേധിക്കുന്ന വിധത്തിലുള്ളതല്ല നിയമ ഭേദഗതി. പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യാൻ കോടതിക്ക് അധികാരമില്ലെന്നും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. അടുത്ത മാസം 5-ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് കേസിൽ വീണ്ടും വാദം കേൾക്കും. ഇടക്കാല ഉത്തരവ് ആവശ്യമെങ്കിൽ അന്ന് പുറപ്പെടുവിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ISRO മുൻ ചെയർമാനും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശില്പിയുമായിരുന്ന കെ കസ്തൂരിരംഗൻ ബംഗളൂരുവിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ISROയ്ക്ക് 9 വർഷക്കാലത്തോളം നേതൃത്വം വഹിച്ചിരുന്ന അദ്ദേഹം രാജ്യത്തിന്റെ സുപ്രധാന വിക്ഷേപണ വാഹനമായ PSLV വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. 2003 മുതൽ 2009 വരെ രാജ്യസഭാംഗമായിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. കെ കസ്തൂരിരംഗന്റെ മരണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, കേരള ഗവർണർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഭൌതികദേഹം ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ബംഗളൂരുവിൽ പൊതുദർശനത്തിന് വയ്ക്കും. കെ കസ്തൂരിരംഗനെക്കുറിച്ചുള്ള ഓർമ്മകൾ VSSC മുൻ ഡയറക്ടർ MC ദത്തൻ പങ്കുവയ്ക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് ലബോറട്ടറി ആയിരുന്നു. അതിലാണ് കസ്തൂരിരംഗൻ സാർ ആദ്യം ജോയിൻ ചെയ്തതെന്നാണ് എന്റെ ഓർമ്മ.
അത് കഴിഞ്ഞതിന് ശേഷമാണ് ISRO ഫോം ചെയ്ത് കഴിഞ്ഞപ്പം ISROയുടെ സാറ്റലൈറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലും റിസർച്ച് വർക്കുകളിലും നല്ല പങ്ക് വഹിച്ചാണ് ആ ലെവലിലേക്ക് ഉയർന്നത്. പിന്നെ അദ്ദേഹം ചെയർമാനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം റോക്കറ്റും ലോഞ്ച് വെഹിക്കിളും എല്ലാ ടെക്നോളജിയിലും പങ്കെടുക്കുകയും അതിലുൾപ്പെടുകയും എല്ലാ കേന്ദ്രത്തിന്റെയും അധിപനായിട്ടിരുന്ന് ലീഡ് ചെയ്യുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന IT പാർക്കുകൾക്കും സ്വകാര്യ IT പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം. വാർഷിക ലൈസൻസിനായി 10 ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത്. IT കമ്പനികളുടെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മദ്യം നൽകാൻ അനുമതിയുണ്ടാകും. ഒരു സ്ഥാപനത്തിന് ഒരു ലൈസൻസ് മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മുതലപ്പൊഴിയിൽ കഴിഞ്ഞ 10 ദിവസമായി മണൽ കൊണ്ട് മൂടിയ പൊഴി മുറിച്ചു. മണൽ നീക്കം വേഗത്തിലാക്കുന്നതിനായി ഡ്രഡ്ജർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിരുന്നു. പൊഴി അടഞ്ഞതോടെ വെള്ളക്കെട്ടിലായ സമീപ പ്രദേശങ്ങളിൽ നിന്നും 2 ദിവസത്തിനകം വെള്ളം ഇറങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. വയനാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി അറുമുഖന്റെ മൃതദേഹം ഉച്ചയോടെ സംസ്കരിച്ചു. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ വനം വകുപ്പ് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും ചേർന്നു. പ്രദേശത്ത് ഇറങ്ങി ഭീതി പരത്തുന്ന ആനയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്ന് സർവകക്ഷിയോഗം ആവശ്യപ്പെട്ടു. കാട്ടാന ദൌത്യത്തിനായി ഉണ്ണികൃഷ്ണൻ, ഭരത് എന്നീ 2 കുങ്കിയാനകളെ എത്തിച്ച് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മലമ്പനി നിവാരണത്തിന് ഏകോപിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രി വീണ ജോർജ്. ലോക മലമ്പനി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2027ഓടെ മലേറിയ നിവാരണം എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയുമുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര പദ്ധതികൾ തങ്ങളുടേതെന്ന നിലയിൽ പ്രചാരണം നടത്താനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വികസിത കേരളം കണ്ണൂർ സൌത്ത് ജില്ലാ കൺവെൻഷൻ തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ വത്തിക്കാനിൽ നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ജോർജ് കുര്യൻ, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടക്കുന്ന പൊതുദർശനത്തിൽ പോപ്പിന് അന്ത്യാദരം അർപ്പിക്കാൻ 10,000ങ്ങളാണ് എത്തിച്ചേരുന്നത്. സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ നാളെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം തിങ്കളാഴ്ച വൈകുന്നേരം 3 മണി മുതൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കും. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം നിർവഹിക്കും. ആന്റണി രാജു MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മാധ്യമ ചർച്ച, വൃന്ദവാദ്യം, സംഗീത സന്ധ്യ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ദേശീയ സമ്മേളനം NIT കാലിക്കറ്റ് വെസ്റ്റ് ക്യാമ്പസിൽ ആരംഭിച്ചു. പ്രൊഫസർ അനിൽ D. സഹസ്രബുദ്ധ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 രാജ്യത്തുടനീളം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ഉറപ്പാക്കാൻ കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾ എന്നിവയ്ക്കിടയിൽ ശക്തമായ സഹകരണവും വിജ്ഞാന പങ്കുവയ്ക്കലും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൌരന്മാരെ തിരിച്ചയക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീരിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ശ്രീനഗർ സന്ദർശിച്ചു. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം തുടർന്ന് പാകിസ്ഥാൻ. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് കേന്ദ്ര സർക്കാർ. ISRO മുൻ ചെയർമാൻ K. കസ്തൂരിരംഗൻ അന്തരിച്ചു. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.